നമസ്കാരം. ഒന്നിലേറെ ബലാത്സംഗ കേസുകളിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അയോഗ്യതയിൽ തീരുമാനം തിങ്കളാഴ്ച. രാഹുൽ മാങ്കൂട്ടത്തിലെ MLA സ്ഥാനത്ത് നിന്നും അയോഗ്യനാക്കണം എന്ന പരാതി നിയമസഭ എത്തിക്സ് ആൻഡ് പ്രിവിലേജ് കമ്മിറ്റി ഫെബ്രുവരി 2-ാം തീയതി പരിഗണിക്കും. DK മുരളി നൽകിയ പരാതിയാണ് പ്രിവിലേജ് കമ്മിറ്റി പരിഗണിക്കുന്നത്. നിരന്തരം ക്രിമിനൽ കേസുകളിൽ പ്രതിയായ രാഹുലിനെ അയോഗ്യനാക്കണമെന്നാണ് ആവശ്യം. രാഹുലിന്റെ ഭാഗം കൂടി കേട്ടിട്ടാകും കമ്മിറ്റി തീരുമാനമെടുക്കുക. നടപടിക്രമങ്ങൾ സങ്കീർണമായതിനാൽ ഈ സഭ സമ്മേളനം തീരുമാനം വരാനുള്ള സാധ്യത കുറവാണ്. നിരന്തരം പീഡന കേസിൽ പ്രതിയായ MLA-യെ അയോഗ്യനാക്കാനുള്ള വ്യവസ്ഥ നിയമസഭയുടെ പെരുമാറ്റച്ചട്ടം സംബന്ധിച്ച നടപടിക്രമങ്ങളിൽ പറയുന്നുണ്ട്. രാഹുലിനെതിരായ പരാതി സ്പീക്കർ പരിഗണിച്ച് പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റി പരിശോധിച്ച് സഭയ്ക്ക് അയോഗ്യനാക്കാം. ഈ സർക്കാരിന്റെ അവസാന സഭാ സമ്മേളനത്തിനുള്ളിൽ തന്നെ നടപടിക്രമങ്ങൾ തീർക്കുകയാണ് വെല്ലുവിളി. രാഹുലുമായുള്ള ബന്ധം അവസാനിപ്പിച്ചു എന്ന് പറയുമ്പോഴും അയോഗ്യതാ നീക്കത്തിൽ കോൺഗ്രസിന് സംശയങ്ങളുണ്ട്. സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു നീക്കമുണ്ടായാൽ രാഷ്ട്രീയ തീരുമാനമെടുക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. അതേസമയം സമാന കേസുകളിൽ നേരത്തെ തന്നെ അറസ്റ്റിലായ മറ്റ് MLA-മാരുടെ കാര്യമടക്കം ചില കോൺഗ്രസ് നേതാക്കൾ ഉന്നയിക്കുന്നുമുണ്ട്. MLA സ്ഥാനം രാജിവെക്കണം എന്ന് CPM ആവശ്യപ്പെടുമ്പോഴും പാർട്ടി അയോഗ്യതയിൽ നയപരമായ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് വിവരം. എന്നാൽ രാഹുലിനെതിരെ അത്തരത്തിലൊരു നടപടിയുണ്ടായാൽ കോൺഗ്രസ് വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നില്ല. പാർട്ടിയിൽ നിന്നും പുറത്താക്കിയെങ്കിലും രാഹുലിനെ പൂർണ്ണമായും തള്ളിക്കളയാതെ ചിലരെങ്കിലും കൂട്ടത്തിലുണ്ട്. രാഹുലിനെതിരായ പരാതിയിൽ നടപടിയുണ്ടായാൽ ഭരണപക്ഷത്തെ ചിലർക്കെതിരെ കൂടി ഇതേ പരാതി ഉയരും. ഗണേശനും മുകേഷും മരുമകൻ റിയാസും അടക്കം ഈ ഗണത്തിൽപ്പെടും. ഇതിൽ ഗണേഷ് കുമാറും റിയാസും സംസ്ഥാനത്തിന്റെ മന്ത്രി കസേര അലങ്കരിക്കുന്നവരാണ്. ഇരുവർക്കുമെതിരെ സ്വന്തം ഭാര്യമാർ തന്നെയാണ് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ നടത്തിയത്. മുകേഷ് MLA-യുടെ മുൻ ഭാര്യയുടെ അഭിമുഖം അക്കാലത്ത് പുറത്തുവിട്ടത് ഇന്നത്തെ ആരോഗ്യമന്ത്രി കൂടിയായ വീണ ജോർജ് തന്നെയാണ്. റിയാസിനെതിരെ മുൻ ഭാര്യ നൽകിയ പരാതി സമൂഹ മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്നതാണ്. റിയാസ് തന്നെ ഇടയ്ക്കിടെ ചുമരിൽ ചാരി നിർത്തി മർദ്ദിക്കും. മർദ്ദനമേറ്റ് മൂത്രതടസ്സം വരെ ഉണ്ടായി എന്നും ആദ്യ ഭാര്യ പരാതിയിൽ പറഞ്ഞിരുന്നു. 50 രൂപ നൽകിയാൽ പാളയത്ത് പെണ്ണുങ്ങളെ കിട്ടും എന്നുവരെ പറഞ്ഞ് ആക്ഷേപിച്ചു. പീഡനം നിത്യസംഭവമായതോടുകൂടി ആത്മഹത്യ ചെയ്യാൻ വരെ തോന്നിയെന്നും ആ പരാതിയിൽ അവർ വ്യക്തമാക്കിയിരുന്നു. തടി കൂടുതലാണ് എന്നും ഉയരം കുറവാണ് എന്നും പറഞ്ഞുകൊണ്ട് ആക്ഷേപിച്ചു. MBBS കഴിഞ്ഞയാളായിട്ട് പോലും പ്രാക്ടീസിന് വിടാൻ അനുവദിച്ചില്ല. TV കാണാനോ സുഹൃത്തുക്കളെ കാണാനോ പോലും സമ്മതമുണ്ടായിരുന്നില്ല. വീട്ടിലുണ്ടായിരുന്ന CD പ്ലെയർ വരെ എടുത്തു മാറ്റി. അങ്ങനെ നീളുന്നു റിയാസിന്റെ പീഡനത്തിന്റെ കഥകൾ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുമായുള്ള കല്യാണമായതോടുകൂടിയാണ് മുൻ ഭാര്യ സമീഹ റിയാസിനെതിരായ കേസ് പിൻവലിച്ചത്. ഇവർക്കെതിരെ മാത്രമല്ല, എണ്ണിയാൽ ഒടുങ്ങാത്ത പീഡന പരാതികളാണ് CPM നേതാക്കൾക്കെതിരെയും പുറത്തു വന്നിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞാൽ സ്വന്തമായി ഒരു കോഴി ഫാം തന്നെയുള്ളവരാണ് ഇപ്പോൾ രാഹുലിന്റെ തൂവൽ തപ്പി നടക്കുന്നത്. ക്രൈം നേരത്തെ തന്നെ പുറത്തുവിട്ട ഒരു ചെറിയ വാർത്താശകലം ഇതോടൊപ്പം ചേർക്കുന്നു. CPM-ന്റെ പീഡന പരമ്പരയുടെ ചെറിയൊരു കണക്കെടുപ്പ്. സെപ്റ്റംബർ 1 മുതൽ കഴിഞ്ഞ മുകേഷ് വിഷയം പുറത്തു വരുന്നത് ഒരു ഒക്ടോബർ മാസത്തിലാണ്. ആ ഒക്ടോബർ മാസത്തിലെ ഒരു കണക്കെടുത്തു കഴിഞ്ഞാൽ സെപ്റ്റംബർ 1 മുതൽ മുകേഷ് വിഷയം പുറത്തു വരുന്ന ഒക്ടോബർ ആ മാസം വരെ നടന്ന ചെറിയ പീഡന പരമ്പര പറഞ്ഞു തരാം. സെപ്റ്റംബർ 1-ാം തീയതി എല്ലാം സഖാക്കന്മാരാണെന്ന് അടിവരയിട്ട് പറയേണ്ട കാര്യമില്ലല്ലോ. സെപ്റ്റംബർ 1-ന് മലപ്പുറത്ത് സഹോദരിയെ റേപ്പ് ചെയ്ത DYFI നേതാവിൻ്റെ കേസ് പുറത്തു വരുന്നു. സെപ്റ്റംബർ 3-ന് PK ശശിയുടെ പീഡന വിവരം പുറത്തു വരുന്നു. സെപ്റ്റംബർ 5-ന് ഇരിഞ്ഞാലക്കുടയിൽ MLA ഹോസ്റ്റലിൽ വെച്ച് യുവതിയെ പീഡിപ്പിച്ച് DYFI നേതാവ്, ആ കേസ് പുറത്തു വരുന്നു. തൊട്ടടുത്ത ദിവസം സെപ്റ്റംബർ 7-ന് കണ്ണൂർ പഞ്ചായത്ത് മെമ്പറുടെ വീട്ടിൽ നിന്ന് LC മെമ്പറെ പിടിച്ച കേസ്. 2 ദിവസത്തിനുള്ളിൽ തന്നെ, അതായത് 48 മണിക്കൂർ പോലും ഇതൊന്നും തമ്മിൽ ഗ്യാപ്പില്ലാന്ന് ചേട്ടൻ ഓർക്കണം. സെപ്റ്റംബർ 9-ാം തീയതി വീട്ടമ്മയെ പീഡിപ്പിച്ച കേസ് വയനാട് നെന്മേനി പഞ്ചായത്ത് പ്രസിഡന്റ് കേസ് പുറത്തു വരുന്നു. സെപ്റ്റംബർ 11-ന് വീട് നൽകാമെന്ന് വാഗ്ദാനം നൽകി യുവതിയെ പഞ്ചായത്ത് പ്രസിഡന്റ് പീഡിപ്പിച്ചു. ഈ പറയുന്ന ആൾക്കാരെല്ലാവരും പ്രതികളെല്ലാം സഖാക്കന്മാരാണേ. സെപ്റ്റംബർ 15-ന് പന്തളത്ത് ഗൾഫുകാരൻ്റെ ഭാര്യയെ LC സെക്രട്ടറി ഇറക്കിക്കൊണ്ട് വന്നതിൻ്റെ കുറേ വീഡിയോസും കാര്യങ്ങളും പ്രശ്നങ്ങളും അനുബന്ധമായിട്ട് കുറേ കേസുകൾ നടന്നു. അത് കുറച്ച് നാളങ്ങനെ കത്തി നിന്നു. പിന്നെ സെപ്റ്റംബർ 17 വിവാഹാഭ്യർത്ഥന നിരസിച്ച പെൺകുട്ടിയെ പരസ്യമായി ചുംബിച്ച് വെള്ളറടയിലെ സഖാവ് അയാളെ പൊക്കി. തൊട്ടടുത്ത ദിവസം സെപ്റ്റംബർ 19-ാം തീയതി 17 കഴിഞ്ഞ് 19-ന് വീട്ടമ്മയെ പീഡിപ്പിച്ച കൗൺസിലർക്കെതിരെ
പരാതി വന്നു. സെപ്റ്റംബർ 21 പെൺകുട്ടിയുടെ ദേഹത്ത് മണ്ണെണ്ണ ഒഴിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ച കണ്ണൂർ ബ്രാഞ്ച് സെക്രട്ടറി അറസ്റ്റിലായി. സെപ്റ്റംബർ 23 ചെങ്ങന്നൂർ തെരഞ്ഞെടുപ്പിൻ്റെ തലേന്ന് ദിവസം മുങ്ങിയ സഖാവും വനിതാ നേതാവും കൂടെ ചക്കരക്കുളത്തൊരു ചെലവഴിച്ച കുറേ വീഡിയോസ് കഴിഞ്ഞ വർഷം. അതെ. അപ്പോൾ ചക്കരക്കുളത്ത് അവർ ചെലവഴിച്ച കുറേ നല്ല നിമിഷങ്ങളൊക്കെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ കുറച്ച് വീഡിയോസ് ഒക്കെ വന്നായിരുന്നു. പിന്നെ സെപ്റ്റംബർ 25 വീട്ടമ്മയെ തച്ചനാട്ടുകരയിലെ ഡിവൈഎഫ്ഐ നേതാവ് ഉപദ്രവിച്ചതിൻ്റെ. പിന്നെ 27 സെപ്റ്റംബർ 27 സ്കൂൾ വിദ്യാർത്ഥിയെ പീഡിപ്പിച്ച VR പുരം ബ്രാഞ്ച് സെക്രട്ടറി CPM-ന്റെ. പിന്നെ 29 ഒരു 13-കാരനെ പ്രകൃതി വിരുദ്ധമായിട്ട് പീഡിപ്പിച്ചു. അതും മഞ്ചേശ്വരത്തെ ഏരിയ കമ്മിറ്റി ബാലസംഘം ജില്ലാ കൺവീനർ. ഇത്രയും സെപ്റ്റംബറിലെ മാത്രം കണക്കുകളാണ്. ഈ സെപ്റ്റംബറിലെ കണക്ക് മാത്രം നോക്കിക്കഴിഞ്ഞാൽ ഓരോ സംഭവം തമ്മിൽ പുറത്ത് വരുന്ന ഓരോ സംഭവം തമ്മിൽ 48 മണിക്കൂറിന് വ്യത്യാസം പോലും ഇല്ല. അതിനുള്ളിൽ വന്നുകൊണ്ടിരിക്കുന്ന പുതിയ പുതിയ കേസുകളാണ്. ഇത്രയുമായി നമുക്ക്. പിന്നെ ഇങ്ങോട്ട് ഒക്ടോബർ 1 എടുക്കുമ്പോൾ പാർട്ടി അനുഭാവിയായിട്ടുള്ള ഒരു വീട്ടമ്മേനെ മണ്ണാർക്കാട് ബ്രാഞ്ച് സെക്രട്ടറി പീഡിപ്പിച്ചു, അറസ്റ്റിലായി. പിന്നെ ഒക്ടോബർ 3 ആണെങ്കിൽ 13-കാരിനെ വെഞ്ഞാറമൂട് CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പീഡിപ്പിച്ചു. ഒക്ടോബർ 5 തൃത്താര അധ്യാപികയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. ഇതിന് തൊട്ടടുത്താണ്, ഇത്രയും കണ്ടിന്യൂറ്റി വന്നതിന് തൊട്ടടുത്താണ് മുകേഷ് MLA യുടെ കേസ് വരുന്നത്. ഇതെനിക്ക് എണ്ണി തീർക്കാൻ പറ്റുന്നില്ല. ഞാനൊന്ന് നോട്ട് ചെയ്തതാണ്. സെപ്റ്റംബർ മാസത്തിൽ നിന്ന് ഒക്ടോബറിലേക്ക് കടക്കുന്ന ആ ഒരു ചെറിയ കാലയളവ് കൊണ്ട് മാത്രമല്ല, ഒരു മാസത്തെ ഒരു കണക്ക് ഇങ്ങനെ എടുക്കുമ്പോൾ, ഒരു മാസത്തെ കണക്ക് തന്നെ നമ്മുടെ മുമ്പിൽ ഇത്രയും തെളിവുകളായിട്ട് നിരന്ന് കിടക്കുമ്പോൾ എന്ത് ഇപ്പോഴും എനിക്ക് എത്ര പറയാനുള്ളൂ, പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ.